എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 SSLC മെയിനിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൂട്ട് ഓഫ് 15,612 പ്ലസ് റൂട്ട് ഓഫ് 154 പ്ലസ് റൂട്ട് ഓഫ് 225 അല്ലേ? ഇതിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ഈ റൂട്ടാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഏത് റൂട്ട്? റൂട്ട് ഓഫ് 225 എന്നുള്ളതാണ് ആദ്യം കാണേണ്ടത്. അപ്പൊ റൂട്ട് 225 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 15 ആണെന്ന് അറിയാം അല്ലെ? അത് അറിയില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു 20 വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം, എങ്കിലേ വേഗത്തില് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 15ന്റെ റൂട്ടാണ്, അല്ല 225ന്റെ റൂട്ടാണ് 15. അതായത് 15ന്റെ സ്ക്വയർ ആണ് 225. അപ്പൊ 15 എന്ന് വന്നില്ലേ? അപ്പൊ ഈ റൂട്ട് കളയാം. ഇനി 154ഉം 15ഉം കൂടി കൂട്ടൂ. അപ്പൊ എത്രയായി? 169. 169ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് അല്ലെ? 13 ഇൻറ്റു 13 നോക്കൂ. 13 ഇൻറ്റു 13 3 9 3 3 1 169. ഇതെല്ലാം പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ 13ന്റെ സ്ക്വയർ, അപ്പൊ ഈ റൂട്ടും കളഞ്ഞു അല്ലെ? അപ്പൊ ഇനി എന്താ ഉള്ളത്? 15,612 15,612 പ്ലസ് 13 അല്ലെ? അത് എത്രയാണ് വരിക? 3 2 5 2 6 5 1. നോക്കൂ, ഇത് ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ മാത്രമേ നമുക്ക് അതൊരു പൂർണ്ണവർഗം ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് 5 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 125 തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ 100 പ്ലസ് 25 125. ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പൊ എത്രയാണ്? 100 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 0 വരും. പ്ലസ് 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 50. പിന്നെ 2 0. പിന്നെ എന്താണ്? 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. അപ്പൊ എത്ര വരുന്നു? 15,625. അത് തന്നെയാണ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റയ്ക്ക് ഇതേ ജോലി തീർക്കുവാൻ എത്ര ദിവസം എടുക്കും? അതായത് 45 ദിവസമാണ് രണ്ടാളും ചേർന്ന് എടുക്കണത് അല്ലെ? അപ്പൊ ഒരു ദിവസത്തെ രണ്ടാളും ചേർന്നുള്ള ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 1/45 ആണ് അല്ലെ? രണ്ടാളും കൂടി ചെയ്ത് തീർക്കണത് 45 ദിവസം കൊണ്ടാണ്. അപ്പൊ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/45 ആണ്. ഇനി ജോൺ ഒറ്റയ്ക്കാണ് വെച്ചെങ്കിലോ 70 ദിവസം കൊണ്ടാണ് ചേർക്കുക. അപ്പൊ ജോണിന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 1/70 ആണ്. അപ്പൊ ഈ 1/45 1/70 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദീപു ഒറ്റയ്ക്കുള്ളത് കിട്ടും അല്ലെ? അപ്പൊ എങ്ങനെയാണ് ചെയ്യാ? 45ഉം 70ഉം അതിന്റെ LCM എത്ര വരും? 45 70 5 പോവും അല്ലെ? 9 5 45, ഓറഞ്ച് 5, 4 5 20, 14ഉം 9ഉം. ഇനി എന്തെങ്കിലും പോവോ നോക്കൂ. ഇല്ല അല്ലെ? അപ്പൊ എന്താണ് LCM വരിക? 9 ഇൻറ്റു 14 ഇൻറ്റു 5 ആണ് LCM വരിക. 9 ഇൻറ്റു 14 ഇൻറ്റു 5. ഞാൻ ഇങ്ങനെ എഴുതണത് വെട്ടാൻ സൗകര്യത്തിനാണ്. 45 45 9 5 ആണ് 45 അല്ലെ? പിന്നെ ഒരു 14 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 14 മൈനസ് 70ന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 70 എന്ന് പറഞ്ഞാൽ എന്താണ്? 14 ഇൻറ്റു 5 ആണ്. 70ന്റെ കൂടെ ഇനി 9ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുക. അപ്പൊ 9. 14 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്ത് പോയോ? ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ 1/9 ഇൻറ്റു 14 അത് എത്രയാണ്? 9 4 36 അല്ലെ? 3 12. അപ്പൊ 126 ദിവസം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസത്തില് രണ്ടാളും കൂടി ചെയ്തതെന്ന് ഒരു ദിവസത്തില് ജോൺ മാത്രം ചെയ്തത് മൈനസ് ചെയ്തപ്പോ നമുക്ക് എന്ത് ചെയ്തു? ദീപു ഒറ്റയ്ക്ക് ചെയ്ത ജോലി കിട്ടി. അപ്പൊ 1/26 ആണ് വരിക. അതായത് ഒരു ദിവസത്തില്. അപ്പൊ ദീപു ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? അതിന്റെ
വ്യുൽക്രമം എടുക്കുക. അതായത് 1/126ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 126. 126 ദിവസം കൂടിയാലാണ് ദീപു ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 60% ആൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ ബാക്കി 40% പെൺകുട്ടികളാണ് അല്ലെ? അപ്പൊ എക്സിന്റെ 40% എന്ന് പറയണത് എത്രയാണെന്ന് തന്നുണ്ട്? 500 ആണെന്ന് തന്നുണ്ട് അല്ലെ? അപ്പൊ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? 500 ഇൻറ്റു 100/40 അല്ലെ? ഇനി എന്താ പറഞ്ഞേക്കണേ? 60% ആൺകുട്ടികൾ അല്ലെ? അപ്പൊ ഇതിന്റെ 60% കണ്ടുപിടിച്ചൂടെ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ആൺകുട്ടികളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ എക്സ് എന്ന് പറയണതിന്റെ 60% കാണണം. അപ്പൊ 500 ഇൻറ്റു 100/40 ഇൻറ്റു 60/100. ഞാൻ ഇത് വെട്ടാൻ സൗകര്യത്തിനാണ് ഇത് തന്നെ എഴുതിയത്. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 0, ഇവിടെയും പോവും. 4 എവിടെ പോവും? ഇവിടെ 4 എത്ര പ്രാവശ്യം പോവോ? 1 4 4, 10 24 8, 14 25. 125 ഇൻറ്റു 6, 6 5 30, 3 26 12 3 15, 1 7, 750 അല്ലെ? 750 കുട്ടികളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്ന് 500 മൈനസ് ചെയ്താൽ മതി അല്ലെ? 500 പെൺകുട്ടികൾ. അപ്പൊ അത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. എങ്ങനെയാണ്? 4 ഇവിടെ എത്ര പ്രാവശ്യമാണ്? 125 പ്രാവശ്യം. അപ്പൊ 1250 ആകെ ഉള്ളത്. ആ 1250 പെൺകുട്ടികളെ എത്രയുണ്ട്? 500 ഉണ്ട്. അത് മൈനസ് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും 750 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ 40ാം പദം എത്ര? nth ടേം അതായത് tn കാണാനുള്ള വാക്യം a+n-1 ഇൻറ്റു d ആണ്. അപ്പൊ നമ്മൾ 40ാമത്തെ എന്ന് പറഞ്ഞാൽ n-ന് 40 കൊടുക്കുക. a എത്രയാണ്? ആദ്യ പദം അത് 14 അപ്പൊ 14 പ്ലസ് 40 മൈനസ് 1 39 ഇൻറ്റു d എത്രയാണ്? 20 മൈനസ് 14 എത്രയാണ്? 6 അല്ലെ? 6 കോമൺ ഡിഫറൻസ്. ഇവിടെയും ഇവിടെയും ഒക്കെ 6 തന്നെയാ വരിക. അപ്പൊ ഇൻറ്റു 6 അത് എത്രയാണ്? 9 6 54, 5 3 6 18, 5 23 പ്ലസ് 14 അല്ലെ? 8 4 2 248. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടു ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത് ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതല വിസ്തീർണമാണ് അല്ലെ? അപ്പൊ ഏതിന്റെ ഉപരിതല വിസ്തീർണം? ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം എന്താണ്? 4πr² ആണ് അല്ലെ? 4πr² ആണ് ഏതിന്റെ ഉപരിതല വിസ്തീർണം? ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം. അപ്പൊ 4πr² πr1², അതായത് ഒന്നാമത്തെ ഗോളത്തിന്റെ 4πr1² ആണ്. രണ്ടാമത്തെ ഗോളത്തിന്റെ 4πr2² ആണ്. അപ്പൊ ഇതില് മാറ്റം എന്ന് പറയുന്നത് 4π രണ്ടിലും സെയിം ആണ്. r1² r2². അതാണ് 16:25 അല്ലെ? അപ്പൊ r1 എന്ത് വരും? r1 എന്ന് പറയുന്നത് 4ഉം r2 എന്ന് പറയുന്നത് എന്ത് വരും? 5ഉം വരും. ഇനി എന്താ ചോദിച്ചിരിക്കണേ? വ്യാപ്തങ്ങളുടെ അംശബന്ധം. വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്? ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ് അല്ലെ? 4/3 πr³ ആണ്. അപ്പൊ 4/3 πr1³ is to 4/3 πr2³ അല്ലെ? ഇതില് 4/3 π എന്നുള്ളത് രണ്ടിലും സെയിം ആണ്. അപ്പൊ r1³ is to r2³ ആണ് വരിക. r1 എത്രയാണ്? 4 ആണ്. അപ്പൊ 4³ എത്രയാണ്? 4 16 4 64 is to 5 25 25 5 125. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡഡ് ബൈനെ പ്ലസ് എന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ അത് എഴുതി വെക്കുക. അതായത് ഇവിടെ മൈനസ് വരണം. പിന്നെന്താണ്?
ഇവിടെ മൈനസിന് പകരം എന്ത് വരണം? ഡിവൈഡഡ് ബൈ വരണം. ഇൻറ്റുവിന് പകരം എന്ത് വരണം? മൈനസ് വരണം. പിന്നെന്താണ്? ഇവിടെ പ്ലസിന് പകരം എന്ത് വരണം? ഇൻറ്റു വരണം. ഇവിടെയോ ഇൻറ്റുവിന് പകരം മൈനസ് വരണം. ഇവിടെ പ്ലസിന് പകരം എന്ത് വരണം? ഇൻറ്റു വരണം. ഇവിടെ ഡിവൈഡഡ് ബൈന് പകരം പ്ലസ് വരണം. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പോൾ 54 മൈനസ് 6 ആദ്യം ചെയ്യണം. കാരണം എന്താണ്? ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. വി ബോർഡ് മാസ് ആണ് പറയണത്. വി ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് അതിനെക്കാട്ടും മുന്നേ എന്താണ്? വെങ്കുല ഉണ്ടെച്ചെങ്കിൽ അത് ചെയ്യണം. വെങ്കുല എന്ന് പറഞ്ഞാൽ ഒരു ബാർ ഇട്ടുണ്ടാവും. ഇപ്പൊ 54 മൈനസ് 6 ബാർ ഇട്ടുണ്ടെച്ചെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ഏതെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ഇപ്പൊ 8x2 പിന്നെ ഇവിടെ ഉണ്ടെച്ചെങ്കിൽ ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യണം. അതാണ് വി ബോർഡ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വി ഇല്ല. അപ്പൊ ബി ബ്രാക്കറ്റ് ആണ് ആദ്യം തുടങ്ങേണ്ടത്. 54 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? 48. അപ്പൊ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ ചെയ്യണം അല്ലെ. 48 ബൈ 12 എത്രയാണ്? അതായത് 4 ആണ് അല്ലെ. 4 മൈനസ് 4 എത്രയാണ്? 0 അപ്പൊ പിന്നെ ഇവിടെ ഒന്നും നോക്കിയില്ലെങ്കിലും വേണ്ടില്ല അല്ലെ. 0 ഡിവൈഡഡ് ബൈ ഏതൊരു സംഖ്യയാണ് വെച്ചെങ്കിലും 0 തന്നെയല്ലേ വരിക. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 12, 15 ഒരു ക്ലോക്കിലെ 2 സൂചികൾക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? ഇപ്പൊ ഒരു സൂചി 12ലും ഒരു സൂചി ഏതിലാണ്? 3ലും ആണ് നിക്കണത്. എങ്ങനെ 12, 15 എന്ന് വരുള്ളൂ അല്ലെ. 3ല് നിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 5, 15 ആണ് വരിക. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവോ? ഇല്ല. അതിനെക്കാട്ടും ഇത്തിരി കുറവേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ഈ 15 മിനിറ്റിന്റെ ഇങ്ങോട്ട് നീങ്ങിണ്ടാവും അല്ലെ. 15 മിനിറ്റിന്റെ എത്ര കൊണ്ട് നീങ്ങും? അതായത് അതിന്റെ പകുതിയാണ് നീങ്ങുക. അപ്പൊ അതായത് എത്രയാണ്? 7.5 ഡിഗ്രി ആണ് നീങ്ങുക. അപ്പൊ 90ന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 7.5 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ് വരിക? 82.5 ഡിഗ്രി. 82യും 2.5യും 83, 7ഉം 90 അപ്പൊ 82.5 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. പിയുടെ മുന്നിലായി എസും. അപ്പൊ നമ്മൾ എഴുതി നോക്കാം. പിയുടെ മുന്നിലായി ആര് വന്നു? എസ് വന്നു. ക്യൂയുടെ പിന്നിലായി, അതായത് ക്യൂവിന്റെ പിന്നിലാണ് ഏത് വരുന്നത്? ടിയും. പിക്കും ക്യൂക്കും മധ്യേ, അതായത് ഇതിന്റെ ഇടയില് ഏത് വന്നു? ആറും വന്നു. എങ്കിൽ ഏറ്റവും മധ്യത്തായി നടക്കുന്നത് എന്ന് പറയുന്നത് ഈ 6 തന്നെയല്ലേ. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേ എന്നതിന് 18, 19, 12, 23, 12, 5 ഇങ്ങനെ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിനെ എങ്ങനെ? 6 എന്ന് പറയണത് എത്രാമത്തെയാണ്? 18ാമത്തെ ലെറ്റർ ആണ്. എ എന്ന് പറയണത് 1ാമത്തെ ലെറ്റർ ആണ് അല്ലെ. ഐ എന്ന് പറയണത് എത്രാമത്തെ ലെറ്റർ ആണ്? 9ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് ഏത് കിട്ടി? ഇവിടെ ഐ എന്ന് പറയണത് 9ാമത്തെ ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ. എസ് എന്ന് പറയുന്നത് 6 കഴിഞ്ഞിട്ടാണ് എസ്. അപ്പൊ 19ാമത്തെ ആണെന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ 19ഉം പിന്നത്തെ എന്താണ്? ടി. എസ് ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ആയി വരും. 19ഉം 20ഉം പിന്നെ 1. 19, 20, 1 അങ്ങനെ വരുന്നത് 3 ഉണ്ട് അല്ലെ. ഇനി അടുത്തത് നോക്കാം. ടി ആവുമ്പോ പിന്നെയും 20 തന്നെ വരണം. എല്ലാത്തിലും അങ്ങനെ തന്നെ. പിന്നെ 9 വരണം. പിന്നെ എന്താണ് വരിക? ഐ എന്ന് പറഞ്ഞാൽ 9ആണെന്ന് കിട്ടി. ഓ എന്ന് പറഞ്ഞാൽ എന്താണ്? എം 13 അപ്പൊ എൻ 14 അപ്പൊ ഇവിടെ ലാസ്റ്റില് 14 വരണം. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. ഓ എന്ന് പറയുന്നത് എത്രാമത്തെ ആയിട്ട് വരും? എൻ കഴിഞ്ഞ ഓ, അപ്പൊ 15ാമത്തെ. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ ഓരോന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങള് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏറ്റവും നടുക്ക് എന്ന് പറയുന്നത്, അതായത് എം ആണ് 13ാമത്തെ ആയിട്ട് വരിക എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ടും അതിന്റെ മുന്നിലുള്ളതും ഒക്കെ നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. BEDCMPON GJIH എന്താണെന്ന്. ബി കഴിഞ്ഞ എന്തൊക്കെ കഴിഞ്ഞിട്ടാണ്? സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം,
എല്ല് കഴിഞ്ഞിട്ടാണ് ഈ എം വരണേ അല്ലെ. അപ്പൊ എത്ര ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ്? 1 2 3 4 5 6 7 8 9 10 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരണത് അല്ലെ. അപ്പൊ ജി കഴിഞ്ഞിട്ട് എന്താണ് വരിക? ജി ഈ കഴിഞ്ഞ 10 ലെറ്റർ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യൂ കഴിഞ്ഞിട്ടുള്ളതാണ് വരിക. അപ്പൊ 6 വരിക. അപ്പൊ ഇതില് 3-ലെ ഏതെങ്കിലും ഒന്നാവും അല്ലെ. ഇനി ഈ കഴിഞ്ഞ ഇവിടെ നോക്കൂ, ഈ കഴിഞ്ഞ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ അതും 10 കഴിഞ്ഞിട്ടാണ്, 10 കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതിക്കണേ. അപ്പൊ ഇവിടെ ജെ കഴിഞ്ഞ എന്താണ്? കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി അത് കഴിഞ്ഞ യു ആണ് വരിക. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എല്ലാത്തിലും എല്ലാതും നമ്മൾ നോക്കണമെന്നില്ല. കാരണം ആർ യു കഴിഞ്ഞ ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആർ യു കിട്ടിയാൽ തന്നെ നമുക്ക് ഇതാണ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലില് ജി കെയും ഇംഗ്ലീഷും വേണമെങ്കിൽ ഹരിശ്രീ PSC എന്നുള്ള ചാനലില് ഒരു 161ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. ജി കെയുടെ 100 ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ഭാഗത്ത് നിന്നും പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ട്. അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. കാരണം എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു മോക്ക് ടെസ്റ്റ് നോക്കിയത് കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും കൂടുതൽ മാർക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളും ഈ അവസരം പാഴാക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.